ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പോവേർട്ടി എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവേർട്ടി അലിവിയേഷൻ എന്ന് പറയുന്നത് എക്സാമിന് സ്ഥിരം 8 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവേർട്ടി അലിവിയേഷൻ. പോവേർട്ടി ഇല്ലാണ്ടാക്കാൻ, പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കുറച്ച് പോളിസീസും പ്രോഗ്രാംസും എടുത്തിരുന്നു. അതായത് നമ്മുടെ ഇക്കോണമിയിൽ, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള, അതായത് എന്താണ് പുവർ എന്നോ റിച്ച് എന്നോ ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇക്വാലിറ്റിയും കാര്യങ്ങളും ജസ്റ്റിസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടിരുന്നു, പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവന്നിരുന്നു. അതിനൊരു 3 ഡയമെൻഷണൽ അപ്രോച്ച് ആണ് ഗവൺമെന്റ് എടുത്തത്. 3 അപ്രോച്ചസ് ആണ് ഗവൺമെന്റ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. സെക്കൻഡ് വൺ ആണ് സ്പെഷ്യൽ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നമ്മൾ പറയും എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷൻ പ്രോഗ്രാംസ് എന്ന് പറയും. തേർഡ് വൺ ആണ് പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താണ് എംപ്ലോയ്മെന്റ് ആൻഡ് ജനറേഷൻ ഇൻകം പ്രോഗ്രാംസും അതേപോലെ പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമ്യൂണിറ്റീസും ആണ്. ഓക്കെ, ആൻഡ് ഈ നമ്മുടെ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷൻ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്, നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാം ആണ് എന്ത്, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രിക്കിൾ ഡൗൺ തിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അപ്രോച്ച് ഉണ്ടാവുക. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു സിനിമയിൽ ആരെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ അതെന്താണ്, ആ ഒരു ഫാഷൻ ഇൻഡസ്ട്രി അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് എടുക്കും അല്ലെ. നല്ല ഡ്രസ്സ് ആണെങ്കിൽ ആദ്യം അത് അപ്പർ ക്ലാസ്സിൽ ചെല്ലും, പിന്നെ മിഡിൽ ക്ലാസ്സിൽ ചെല്ലും, പിന്നെ അങ്ങനെയാണ് എന്താ എല്ലാ സെക്ഷനിലേക്കും ഇറങ്ങി ചെല്ലുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഡെവലപ്മെന്റോ ഗ്രോത്തോ ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിലേക്കും ഇറങ്ങി ചെല്ലുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്താണ്, അത് പുവർ സെക്ഷനിലേക്കും ഇറങ്ങി ചെല്ലുമെന്നാണ് നമ്മൾ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ചിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ നമുക്ക് ആകെ ഉണ്ടായിരുന്ന കുറച്ച് നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻകം സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് കിട്ടിക്കൊണ്ടിരുന്നത് അഗ്രികൾച്ചറും അതേപോലെ ഇൻഡസ്ട്രീസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പം ഈ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു അട്ടർ ഫെയിലിയർ ആയി പോയി, കംപ്ലീറ്റ് പരാജയമായി പോയിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നോ അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നോ കിട്ടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരുപാട് പോപ്പുലേഷനാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയും ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഒന്നും എത്തിച്ചെല്ലത്തില്ല എന്നാണ് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ വെയർ നോട്ട് ഇംപ്രസീവ്. വിചാരിച്ച പോലത്തെ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ആൻഡ് എന്താണ്, പോപ്പുലേഷൻ ഗ്രോത്ത് റിസൾട്ട് ഇൻ ലോ ഗ്രോത്ത്. പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് തന്നെ എന്താണ് ഗ്രോത്ത് ഭയങ്കര കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും അതേപോലെ അഗ്രികൾച്ചർ സെക്ടറും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് റീഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ റീഫോംസിന്റെ ഒരു ഭാഗമായിരുന്നു എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചർ റീഫോംസിന്റെ ഒരു ഭാഗമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. യൂസ് ഓഫ് HYV സീഡ്സ്, ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഈ ഗ്രീൻ റവല്യൂഷൻ കാരണം എന്താ സംഭവിച്ചത്, റിച്ചും പൂറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അന്തരംഗം ഭയങ്കരമായിട്ട് കൂടി. പിന്നെ വല്ല കാര്യമുണ്ടോ, ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നപ്പോൾ ലാൻഡ് ടു ദ ടില്ലേഴ്സും അതേപോലെ എന്താ ലാൻഡ് സീലിംഗും കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇങ്ങനെ എന്താ ലാൻഡ് ടു ദ ടില്ലേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടും റീഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൂടിയും അത് കുറച്ച് സ്റ്റേറ്റ്സിൽ മാത്രമേ എന്താണ് ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. പക്ഷെ എന്താ ബാക്കിയുള്ള സ്റ്റേറ്റ്സുകളിലൊക്കെ എന്താണ് അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് വാസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ ഈ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് അട്ടർ ഫെയിലിയർ ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അവിടെ നിൽക്കുമോ, നിൽക്കത്തില്ല. അടുത്ത അപ്രോച്ച് കൊണ്ടുവന്നു, അതാണ് സ്പെസിഫിക് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് എന്ന് പറയും. ഓക്കെ, അതിലെന്താണ്, അതിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, അതേപോലെ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് പോവേർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ ഏറ്റവും നോട്ടബിൾ പ്രോഗ്രാം ആണ് 1970s കൊണ്ടുവന്ന ഫുഡ് ഫോർ വർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ രാജ്യത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. പുവർ ആയിട്ടുള്ള ആളുകളുടെ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ അല്ല കിട്ടുന്നത്, പകരം എന്താ ഗുഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഗുഡ്സ് അല്ലെങ്കിൽ ഫുഡാണ് കിട്ടുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് ഫുഡ് ഫോർ വർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, നമുക്ക് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്. ഇത് നമ്മളൊരു 7 പ്രോഗ്രാംസ് ആണ് ഇതിൽ പഠിക്കുക. നമ്മുടെ സ്പെസിഫിക് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ എന്താണ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് നമ്മൾ പഠിക്കും. ഫസ്റ്റ് വൺ ആണ് എന്ത്, REGP, PMRY, SJSRY, SHG, NREGP, JRY, NRY. ഓരോന്ന് എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, REGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 1995 ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്. ഇത് എന്തിനാ കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത്
എന്താണ് നമുക്കറിയാം റൂറൽ ഏരിയാസും ഉണ്ട്, അർബൻ ഏരിയാസും ഉണ്ട്. ആ നമ്മുടെ റൂറൽ ഏരിയാസ് വില്ലേജസിലെയും അതേപോലെ ചെറിയ ചെറിയ പട്ടണങ്ങളുണ്ട്, ചെറിയ ചെറിയ സ്മോൾ ടൗൺസ് ഉണ്ടല്ലോ, അവിടെ ജോലി ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഓക്കെ, അവർക്ക് എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, സ്വയം തൊഴിൽ തുടങ്ങാനായിട്ട് അവർക്ക് എന്ത് കൊടുക്കുകയാണ്, ബാങ്കുകൾ എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം. എന്തിന്റെ രൂപത്തിലാണ്? ബാങ്ക് ലോൺസിന്റെ രൂപത്തിൽ. എന്തിനു വേണ്ടിയിട്ട്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട്. നോക്കി, ക്രിയേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. ബാങ്ക് ലോൺ ഇസ് ഗിവൺ ടു സെറ്റപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത്. അതാണ് RAGP. ഓക്കെ, സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് വില്ലേജസ്, ബാങ്ക് ലോൺ കൊടുക്കുന്നു. അതാണ് RAGP എന്ന്. ഇനി അടുത്താണ് എന്ത്? PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആർക്കാണ് കൊടുക്കുന്നത്? ലോ ഇൻകം ഫാമിലീസിൽ നിന്ന് വരുന്ന എന്താണ് നല്ല പഠിത്തം ഉണ്ടായിട്ട് ജോലി ഇല്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് എന്ത് കൊടുക്കാണ്? അവർക്ക് ഏത് തരത്തിലുള്ള എന്റർപ്രൈസസ്, സ്മോൾ സ്കെയിലോ ലാർജ് സ്കെയിലോ മീഡിയം സ്കെയിലോ മൈക്രോ എന്റർപ്രൈസോ എന്ത് ടൈപ്പ് ഓഫ് എന്റർപ്രൈസസ് തുടങ്ങിക്കോ, അതിനുള്ള പൈസ, അതിനുള്ള ബാങ്ക് ലോൺ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. റൂറൽ ഏരിയാസിലുണ്ട്, അർബൻ ഏരിയാസിലുണ്ട്. ഓക്കെ, RAGP എന്താണ്? നമ്മുടെ സ്മോൾ ടൗൺസിലും അതേപോലെ വില്ലേജസിലും എന്താണ് ജോലി ഇല്ലാത്തവർക്ക് എന്താ സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് ബാങ്ക് ലോൺ കൊടുക്കുന്നു. PMRY എന്താ? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഫ്രം ലോ ഇൻകം ഫാമിലീസിന് എന്ത് കൊടുക്കുന്നു? ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നു. എന്ത്? റൂറൽ ഏരിയാസിലും അതേപോലെ അർബൻ ഏരിയാസിലും. എന്തിനു വേണ്ടിയിട്ട്? ഏത് ടൈപ്പ് ഓഫ് എന്റർപ്രൈസസ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് PMRY എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്ത്? SJSRY എന്ന് പറയും. ഓക്കെ, എന്താണ്? സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന എന്ന് പറയും. ഇവിടെ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും കൊണ്ടുവരുന്നുണ്ട്, അതേപോലെ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും കൊണ്ടുവരുന്നുണ്ട്. എവിടെയാണ്? അർബൻ ഏരിയാസിലാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മൈക്രോ എന്റർപ്രൈസ് കൊണ്ടുവരാനും സ്കിൽ ഡെവലപ്മെന്റിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് SJSRY, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന വന്നത്. 1997 ഇത് ഇംപ്ലിമെന്റ് ചെയ്ത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നാണ് എന്ത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHGs എന്ന് പറയും. ഒന്നുമില്ല, നമ്മുടെ എന്താ കുടുംബശ്രീ അല്ലെങ്കിൽ അയൽക്കൂട്ടം എന്നൊക്കെ പറയത്തില്ലേ, എന്താണ് അടുത്തടുത്ത വീട്ടിലെ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ അടുത്തടുത്ത വീട്ടിലെ ചേച്ചിമാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നിട്ട് എന്താണ് അവരുടെ കയ്യിലുള്ള സേവിങ്സ് വെച്ചിട്ട് അവരതെല്ലാം കൂട്ടി വെച്ചിട്ട് എന്താണ് അവരുടെ കൂട്ടത്തിൽ ആർക്കാണോ ആവശ്യമായിട്ടുള്ള അവർക്ക് ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. ആൻഡ് എന്താണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് വേണം. അതേപോലെ എന്താ കൊലാറ്ററൽ ഒന്നും വെക്കണം. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ കൊലാറ്ററൽ വെക്കണം അല്ലെ, വീട് നമ്മൾ ജാമ്യത്തിൽ വെക്കണം, അല്ലെങ്കിൽ എന്താ സ്കൂട്ടർ വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊന്നും ഇവിടെ ഇല്ല. പയ്യെ പയ്യെ എന്താ ബാങ്കുകൾക്കും ഗവൺമെന്റുകൾക്കും മനസ്സിലായി ഇത് നല്ലൊരു പദ്ധതിയാണ്. അങ്ങനെ എന്താ ബാങ്കുകളും ഗവൺമെന്റും ഇവർക്ക് എന്ത് കൊടുക്കാൻ തുടങ്ങി? പൈസ ഇതായിട്ട് കൊടുക്കാൻ തുടങ്ങി, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. യെസ്, അതാണ് SHGs അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയും. ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി കമ്മിറ്റി യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് 12 to 25 local women. They borrow loans from each other without any collateral and loans are provided low rate. Later through banks, government provide financial assistance to them എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താന്ന് പറയുന്നത്? MGNREGA എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അല്ലെങ്കിൽ നമുക്ക് MGNREGP എന്നും പറയാം കേട്ടോ. NREGP. ഓക്കെ, P വരുമ്പോൾ പ്രോഗ്രാം ആവും. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഗ്യാരണ്ടി പ്രോഗ്രാം എന്നും വരും. ഓക്കെ, യെസ്, ഇതിന്റെ പഴയ പേരാണ് NREGP. ഓക്കെ, നേരത്തെ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് എ ന്യൂ നെയിം ഓഫ് NREGP എന്ന് ചോദിക്കുമ്പോൾ MGNREGP. ഓക്കെ, അതിന് മുമ്പ് ഒരു MG മഹാത്മാഗാന്ധിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2005 ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ അഡൾട്ട് മെമ്പേഴ്സ്, മുതിർന്ന പൗരന്മാർക്കും മുതിർന്ന സ്ത്രീകൾക്കും ഒക്കെ എന്താണ് അവർക്ക് എല്ലാ വീടുകളിലെയും മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് 100 ദിവസത്തേക്ക് ഒരു വേതന തൊഴിൽ പദ്ധതി, ഒരു വേതന തൊഴിൽ ജോലി ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കണം. വേജ് എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണ്. ഒരു വർഷത്തിൽ 100 ദിവസം. ഓക്കെ, അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക്, വലിയ സ്കിൽസ് ഒന്നും വേണ്ട, വലിയ നമുക്ക് കമ്പ്യൂട്ടർ അറിയേണ്ട അതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നമ്മൾ ദേഹം അനങ്ങി പണിയെടുക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2013-14 എന്താണ് 5 കോടി ആളുകൾക്ക് എന്താണ് ഇതിലൂടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതാണ് MGNREGA എന്ന് പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് രണ്ടെണ്ണമാണ് എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ JRYയും NRYയും, ജവഹർ റോസ്ഗാർ യോജന, അതേപോലെ നെഹ്റു റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ റൂറൽ ഏരിയാസിലെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ജവഹർ റോസ്ഗാർ യോജന. നെഹ്റു റോസ്ഗാർ യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജോലി ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക്, അർബൻ ഏരിയാസിലുള്ള ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. യെസ്, ജവഹർ റോസ്ഗാർ യോജന ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു അൺഎംപ്ലോയിഡ് ഇൻ റൂറൽ ഏരിയാസ്. നെഹ്റു റോസ്ഗാർ യോജന എന്താ? ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു അൺഎംപ്ലോയിഡ് ഇൻ അർബൻ ഏരിയാസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻകം അതേപോലെ എംപ്ലോയ്മെന്റും ഒക്കെ കിട്ടിയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു പുവർ പീപ്പിളിന്റെ ഏറ്റവും വലിയ സംഭവം എന്താണ്? അവർക്ക് ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എബിലിറ്റി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? അപ്പോൾ എന്താണ് അവർക്ക് ബേസിക് നീഡ്സ് കിട്ടുന്നുണ്ടോ നമുക്ക് ഉറപ്പ് വരുത്തണ്ടേ? അത് കിട്ടുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പരിപാടി നമ്മുടെ ഗവൺമെന്റ് ചെയ്യണ്ടേ? അങ്ങനെ ചെയ്താണ് എന്തെന്ന് പറയുന്നത് പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു പീപ്പിൾ എന്ന് പറയുന്നത്. എന്താണ്
expected to supplement the consumption of poor, provision of food grains at subsidies rate. നമുക്ക് എന്താ ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ നോക്കണം, ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ നോക്കണം, ഡ്രിങ്കിങ് വാട്ടർ നോക്കണം, ഹൗസിംഗ് നോക്കണം, കമ്മ്യൂണിക്കേഷൻ നോക്കണം, ഇലക്ട്രിസിറ്റി നോക്കണം, ന്യൂട്രീഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചധികം പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഓഫ് പുവർ കൂട്ടാനായിട്ടുള്ള, അത് ഇംപ്രൂവ് ചെയ്യേണ്ട എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഗവൺമെന്റ് കൊണ്ടുവന്നതെന്നാണ് നമ്മൾ ഇനിയും ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് എന്താ PDS, സെക്കൻഡ് വൺ ആണ് ICDS, തേർഡ് വൺ ആണ് എന്ത് MDMS. ഓക്കെ, PDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെ, എന്താണ് മാസത്തിന്റെ അവസാനം ആകുമ്പോൾ നമ്മുടെ അമ്മ പറയും വേഗം റേഷൻ കടയിൽ പോയി സാധനം മേടിച്ചോളാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് നമ്മുടെ ഓരോരുത്തരുടെ ഇൻകം അനുസരിച്ച് നമുക്ക് ഓരോ കാർഡുകളുണ്ട് അല്ലെ, APL കാർഡ്, BPL കാർഡ്, ഒരുപാട് കാർഡ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പുവറായിട്ടുള്ള ആളുകൾക്ക് ഫുഡ് ഗ്രെയിൻസ് കിട്ടുന്നു റീസണബിൾ പ്രൈസിൽ, വളരെ തുച്ഛമായ പൈസയിൽ നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ഇടുന്നു. നമുക്ക് എന്താ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ അല്ലെ, വീറ്റ്, റൈസ്, ഷുഗർ ആൻഡ് കെറോസിൻ ഒക്കെ കിട്ടുന്നു. എന്തിലൂടെയാണ് കിട്ടുന്നത്? ഒരു നെറ്റ്വർക്കിലൂടെയാണ് കിട്ടുന്നത് അല്ലെ. അതാണ് റേഷൻ ഷോപ്സ് എന്ന് പറയുന്നത്, ഫെയർ പ്രൈസ് ഷോപ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് റീസണബിൾ പ്രൈസ് ടു ഇന്ത്യാസ് പുവർ. അതിന്റെ എന്നത്തെ മേജർ കമ്മോഡിറ്റീസ് എന്തൊക്കെയാണ്? വീറ്റ്, റൈസ്, ഷുഗർ ആൻഡ് കെറോസിൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഫെയർ പ്രൈസ് ഷോപ്സ്, ഓൾസോ നോൺ ആസ് റേഷൻ ഷോപ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, അഥവാ നമ്മൾ പറയും ICDS എന്ന് പറയും. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മമാർക്കും എന്താണ് ഹെൽത്ത് ചെക്കപ്സും റെഫറൽ ചെക്കപ്സും കൊടുക്കുകയാണ്. അതേപോലെ 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് ന്യൂട്രീഷ്യസ് മീൽസും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും പ്രൈമറി ഹെൽത്ത് കെയറും ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഒന്നുമില്ല, അംഗനവാടി. ഓക്കെ, യെസ്. ആൻഡ് അടുത്താണ് എന്ത്? MDMS എന്ന് പറയുന്നത്, മിഡ് ഡേ മീൽ സ്കീം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട പരിപാടി തന്നെ. എന്താണ്? ഒരു മീൽ പ്രോഗ്രാം ആണ് അല്ലെ, ഉച്ചക്കഞ്ഞി ഭക്ഷണം. അതാണ് സംഭവം എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഗവൺമെന്റ് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾസിലും ഗവൺമെന്റ് എയ്ഡഡ് അംഗനവാടീസിലും മദ്രസയിലും മക്തബ്സിലും ഒക്കെ എന്ത് കൊടുക്കുകയാണ്? ഉച്ചക്കഞ്ഞി ഭക്ഷണം കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട്. അതാണ് എന്ത്? മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ആൻഡ് നമ്മൾ ഫുഡിന്റെ കാര്യം കണ്ടു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതാണ് എന്താ? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഹൗസിംഗ് കണ്ടീഷനും ബെറ്റർ ആക്കാനുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസ്. ഫസ്റ്റ് വൺ ആണ് എന്താ? പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദി യോജന, വാത്മീകി അംബേദ്കർ ആവാസ് യോജന. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഡക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് എന്നാണ് കേട്ടോ. ഓക്കെ, റോഡ് എന്നാണ്. എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് വില്ലേജ് റോഡ് സ്കീം എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ വില്ലേജസിൽ എന്താണ് നല്ല റോഡുകളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് വണ്ടിയൊന്നും എത്തിപ്പെടാത്ത അൺകണക്റ്റഡ് വില്ലേജസ് ഉണ്ട്. പട്ടണങ്ങളുമായിട്ട് ടൗൺസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കിടക്കുന്ന കുറേ വില്ലേജസ് ഉണ്ട്. ഓക്കെ, അവിടെയുള്ള ആളുകൾക്ക് എന്താണ്? അവിടെയുള്ള ആ വില്ലേജസിൽ നല്ല ഓൾ വെതർ ഗുഡ് കണക്ടിവിറ്റി റോഡ്സ് കൊണ്ടുവരിക. ഏത് മഴ വന്നാലും, ഏത് വെള്ളപ്പൊക്കം വന്നാലും, ഏത് ഭൂകമ്പം വന്നാലും എന്താണ്? ഒരു കുഴപ്പമില്ലാത്ത നല്ല റോഡുകൾ കൊണ്ടുവരിക. ടു പ്രൊവൈഡ് ഗുഡ് ഓൾ വെതർ ഗുഡ് കണക്ടിവിറ്റി റോഡ് ടു അൺകണക്റ്റഡ് വില്ലേജസ്. ഓക്കെ, അതാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഇനി പ്രധാനമന്ത്രി ഗ്രാമോദി യോജന എന്ന് പറയുമ്പോൾ 2000 to 2001 കൊണ്ടുവന്ന പരിപാടിയാണ്. 5 ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. 5 ക്രൂഷ്യൽ ഡെവലപ്മെന്റ്സ്. എന്താണ്? പ്രൈമറി എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്, ബെറ്റർ റൂറൽ റോഡ്സ് നോക്കുന്നുണ്ട്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, പ്രൈമറി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഇങ്ങനെയുള്ള 5 മേഖലകളാണ് നമ്മളിവിടെ ബെറ്റർ ആക്കാൻ നോക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്താണ് എന്താ? വാത്മീകി അംബേദ്കർ ആവാസ് യോജന, വാത്മീകി MBAY. ഓക്കെ, വാത്മീകി അംബേദ്കർ ആവാസ് യോജന. ഓക്കെ, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം ഈ അർബൻ ഏരിയാസിലെ സ്ലംസ് ഉണ്ടാവും അല്ലെ, ചേരി പ്രദേശങ്ങളുണ്ടാവും. അവിടെയുള്ള ആളുകൾക്ക് എന്താ? ചിലർക്ക് വീടുണ്ടാവും, ചിലർക്ക് വീടേ ഉണ്ടാവില്ല. അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് കെട്ടി കൊടുക്കുക, വീടുള്ളവരുടെ വീടൊന്ന് എന്താണ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക, ഒന്നുകൂടെ പുരോഗതി ചെയ്ത് കൊടുക്കുക. ഓക്കെ, എയിംസ് ടു ഐദർ ബിൽഡ് ന്യൂ ഷെൽട്ടേഴ്സ് ഓർ അപ്ഗ്രേഡ് എക്സിസ്റ്റിംഗ് ഷെൽട്ടേഴ്സ് ഫോർ തൗസൻഡ്സ് ഓഫ് സ്ലം ഡ്വെല്ലേഴ്സ് എന്നാണ്. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വീടുള്ളവർക്ക് വീട്, വീടില്ലാത്തവർക്ക് വീട് കെട്ടി കൊടുക്കുക, ഉള്ള വീട് ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. ഓക്കെ, ഇനി ഒരു സംഭവം കൂടി ഉണ്ട്. അതാണ് എന്ത്? സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അതിൽ 3 പ്രോഗ്രാംസ് ആണുള്ളത്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഉണ്ട്, NSAP എന്ന് പറയും. പിന്നുള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസ് ടു പൂവറും ഉണ്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജനയുണ്ട്. ഓക്കെ, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക്, ഓക്കെ, എന്താണ് നമ്മുടെ ബിലോ പോവർട്ടി ലൈനുള്ള ആളുകൾക്ക്, എന്താണ് മുതിർന്ന ആളുകൾ, എൽഡേഴ്സ്, വിധവകൾ, വിഡോസ്, അതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അംഗവൈകല്യം ഉള്ളവർക്കൊക്കെ എന്താണ് ഗവൺമെന്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം. എന്തിന്റെ രൂപത്തിൽ? പെൻഷന്റെ രൂപത്തിൽ. അതിന് എക്സാമ്പിളാണ് ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ഇന്ദിരാഗാന്ധി വിഡോ പെൻഷൻ സ്കീം, ഡിസബിലിറ്റി പെൻഷൻ സ്കീം ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ആൻഡ് അടുത്താണ് എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് ടു പുവർ എന്ന് പറയും. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ബിലോ പോവർട്ടി ലൈനിലുള്ളവരും അതേപോലെ ലോ ഇൻകം ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്? ഹെൽത്ത് ഇൻഷുറൻസ് ടു പുവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ more than 10 crore poor and economically vulnerable families ആണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കീം കാരണം എന്താണ്? ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് എന്താ വർഷത്തിൽ
എന്താണ് 5 lakhs പെർ ഫാമിലി അല്ലേ. ഒരു വർഷത്തിൽ ദിസ് സ്കീം പ്രൊവൈഡ് കവറേജ് ഓഫ് ₹5 lakh പെർ ഫാമിലി പെർ ആനം. ഒരു ഫാമിലിക്ക് 5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിലേക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാരണം കിട്ടുന്നത്. ഓക്കെ. ആൻഡ് അടുത്താണ് എന്താ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. 2014 28 ഓഗസ്റ്റിന് നമ്മുടെ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് PMJDY എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ജൻധൻ യോജന. നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവണം, അവർക്ക് എല്ലാ ക്രെഡിറ്റ് ഫെസിലിറ്റീസും യൂസ് ചെയ്യാനാവണം, പെൻഷൻസ് കിട്ടണം, ഇൻഷുറൻസ് കിട്ടണം, ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാം കിട്ടണമെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പരിപാടിയാണ് എന്താ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നത്. അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ആക്സിഡന്റ് ഇൻഷുറൻസ് ആയിട്ട് 1 lakhും അതേപോലെ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് 30,000 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്ന്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഒരു പക്ഷേ, വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു എറാഡിക്കേറ്റ് പോവർട്ടി എന്നായിരിക്കും ചോദിക്കും. അപ്പോൾ എന്താ നമ്മൾ 3 അപ്രോച്ചസ് എഴുതുക, എന്നിട്ട് എന്താണ് ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒരു 8 എണ്ണം ഇല്ല എല്ലാം പഠിക്കണമെന്ന് അറിയത്തില്ല, ഈ മൊത്തത്തിലുള്ള നമ്മുടെ സ്പെസിഫിക് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസിൽ നിന്നും അതേപോലെ ബേസിക് കമ്മ്യൂണിറ്റീസ് ടു പുവറിൽ നിന്നും ഒരു 8 പ്രോഗ്രാംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അത്രയും മാത്രം മതി. ഓക്കെ. യെസ്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ.